തൃശൂർ ആളൂരിൽ പോലീസ് ജീപ്പ് ഇടിച്ച് പരിക്കേറ്റ വിദ്യാർത്ഥികളിൽ ഒരാൾ മരിച്ചു. ആളൂർ ആനത്തടം പീണിക്കപ്പറമ്പിൽ രാജുവിന്റെ മകൻ ജൂവിനാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തയ്യൽ വീട്ടിൽ അനന്തകൃഷ്ണൻ ചികിത്സയിലാണ്. ഡാൻസ് ഓഫ് സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് കുട്ടികൾ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിച്ചത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, ഇതെപ്പോഴായിരുന്നു അപകടമുണ്ടായത്? എന്താണ് വിശദാംശം? പരിക്കേൽക്കുന്നത് ഈ തലയ്ക്കാണ്. രണ്ടുപേർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. ഇരുവരും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആളൂർ ആനത്തടം സ്വദേശി പീണിക്കപ്പറമ്പിൽ ജുബിൻ എന്ന 16 വയസ്സുകാരനാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ജുബിൻ ഒരാഴ്ചയിലേറെ കാലമായി ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ച ജുബിന്റെ കണ്ണുകൾ മാതാപിതാക്കൾ ദാനം ചെയ്തിട്ടുണ്ട്. ജുബിനൊപ്പം ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന അനന്തകൃഷ്ണൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ജൂൺ 15-ന് രാവിലെ 11:30യോടുകൂടിയാണ് ഈ 3 പീടിക പോട്ട സംസ്ഥാന പാതയിൽ ആളൂർ കദളിച്ചിറയ്ക്ക് സമീപത്ത് വെച്ച് അപകടം നടക്കുന്നത്. പോട്ട ഭാഗത്ത് നിന്നും ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോവുകയായിരുന്നു 2 വാഹനങ്ങളും. കുട്ടികൾ സഞ്ചരിച്ചത് ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ ഹെൽമറ്റ് ധരിക്കേണ്ടത് നിർബന്ധമില്ലായിരുന്നു. ഇവർ റോഡിന്റെ നടുഭാഗത്ത് വെച്ച് വലതുവശത്തേക്ക് തിരിയുന്നതിനായി വാഹനം നിർത്തി അവിടെ കാത്തു നിൽക്കുമ്പോഴാണ് പിറകിൽ നിന്നും എത്തിയ പോലീസ് ജീപ്പ് തൃശൂർ റൂറൽ എസ്.പിയുടെ ഡാൻസ് ഓഫ് സംഘങ്ങൾ സഞ്ചരിച്ച ജീപ്പായിരുന്നു ഇത്. പിന്നാലെ വളവ് തിരിഞ്ഞെത്തി സ്കൂട്ടറിന് പിന്നിലിടിക്കുന്നത്. റോഡിൽ തെറിച്ചു വീണ കുട്ടികളുടെ തല ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചതിനാൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടെയാണ് ജുബിൻ എന്ന 16 വയസ്സുകാരൻ ഇന്ന് രാവിലെ മരണപ്പെടുന്നത്. അരുണ്യ. ശരി, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.